ഹായ് ഹലോ ഗായ്സ്, ക്രൈസി മെലഡ്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ചിരുന്നതാണ് എന്തെങ്കിലും എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്രിസ്മസ് കാർഡിൻ്റെ കളക്ഷൻസൊക്കെ നിങ്ങളെ കാണിക്കണോ. അപ്പം ഞാനിത് ലൈവായിട്ട് ഇന്ന് സംസാരിക്കാമെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ലൈവായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും മൈക്കൊന്നുമില്ല, അപ്പോൾ എൻ്റെ ശബ്ദം എങ്ങനെയായിരിക്കും നിങ്ങൾ കേൾക്കുന്നതെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും കുറേ വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള ക്രിസ്മസ് കാർഡൊക്കെ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ കളക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടുള്ള കുറേ ക്രിസ്മസ് കാർഡൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വലിയ ക്രിസ്മസ് കാർഡ്സ് ഒന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റിങ്സ് ഒന്നും അയക്കുന്ന ഞാൻ കാണാറില്ല. ഇപ്പോൾ അതൊന്നും വലിയ ട്രെൻഡ് അല്ലല്ലോ. ഇപ്പോൾ എല്ലാവരും വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുകയൊക്കെ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ഒരു കോഡ്സൊക്കെ അയച്ചു കൊടുക്കുന്നതൊക്കെ കാണാറുള്ളൂ. നേരിട്ട് ആരും ലെറ്റേഴ്സ് ഒന്നും അയക്കാറില്ല. പക്ഷെ പണ്ട് അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു സന്തോഷമാണ്, ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ഒരു സന്തോഷമാണ് നമുക്ക് ഈ ക്രിസ്മസ് കാർഡ്സൊക്കെ കൈമാറുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ അതൊരു നൊസ്റ്റാൾജിക് ഫീലാണ് എനിക്കത് കാണുമ്പോൾ. അപ്പം ഞാൻ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പരിചയക്കാരായാലും ബന്ധുക്കളായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്മസ് കാർഡ്സൊക്കെ അയക്കുമായിരുന്നു. അപ്പോൾ അത് ഒരുപാട് വർഷം മുമ്പത്തെ ഉണ്ട്. ഏകദേശം ഒരു 25 വർഷം പഴക്കമുള്ള ക്രിസ്മസ് കാർഡ് വരെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി പറയാൻ ഒരുപാട് ഓർമ്മകളും കഥകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇത് കാണാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ ക്രിസ്മസ് കാർഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതിലാണ് ഞാൻ എൻ്റെ ക്രിസ്മസ് കാർഡ്സ് ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഒരുപാട് നാളത്തെ ഉണ്ട് കേട്ടോ. ഇതിപ്പോഴാണ് ഞാൻ കാണുന്നത്. പണ്ടങ്ങാണ്ട് വാങ്ങിച്ചതാണ്, അതിന് പള്ളിയിലൊന്ന് കിട്ടിയതാണോ എന്നറിയില്ല. ഒരു ക്രിസ്മസ് ക്യാപ്പ് ഇരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെയാണ് നോക്കാം. അപ്പം ഞാനിത് കുറേ സെക്ഷൻസ് ആയിട്ട് മാറ്റിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഇതിൽ കുറേയൊക്കെ ഭയങ്കര പഴയതാണ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫേവറേറ്റ് അല്ലാത്തതൊക്കെ ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ക്രിസ്മസ് കാർഡ്സാണ്. ഇതിലൊന്നും പ്രത്യേകിച്ച് ഇല്ല. ടു ജിമ്മി എന്ന് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ എൻ്റെ ചേട്ടൻ്റെ പേര് ജിമ്മി എന്നാണ് കേട്ടോ. എല്ലാവരും അത് തെറ്റിച്ചാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, വിളിക്കുന്നത് ഒക്കെ. JIMI എന്ന് മാത്രമേ ജിമ്മി. ഇത് ആരയച്ചാണെന്ന് നോക്ക്, നമ്മുടെ കസിൻസ് അയച്ചതെന്നാണ്, ജോലി ചേച്ചി റോമി ചേട്ടന്. അപ്പോൾ ഇത് എത്ര വർഷം പഴക്കമുള്ളതിൽ ഡേറ്റ് എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 20 വർഷം പഴക്കം എന്തായാലും വരും ഈ ഒരു ക്രിസ്മസ് കാർഡിന്. പിന്നെ ഇതൊരു വെറൈറ്റി ക്രിസ്മസ് കാർഡാണ്. ഇത് ആരയച്ചതായിരിക്കും നമുക്ക് നോക്കാം. അയ്യോ, ഇത് ക്രിസ്മസ് കാർഡ് ഇതേതാ പള്ളിയിലൊന്ന് കിട്ടിയതാണ് കേട്ടോ. അത് ക്രിസ്മസ് പ്രോഗ്രാം ഇരിക്കുന്നത്. ഏത് ചർച്ച്? തൊഴുക്ക CSI ചർച്ച്. അവിടെ ആയിരുന്നു നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അവിടെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് മാറി. അപ്പോൾ അവിടെ നിന്ന് ഈ കരോളിന് വേണ്ടി വിളിക്കാൻ വന്നപ്പോൾ എന്താ കിട്ടിയ കാർഡാണ്. ഇതെന്ത് ക്രിസ്മസ് കാർഡ്? ഇത് ഓപ്പൺ ആവണ്ടില്ല. ഇതൊരു സംഭവമൊന്നുമല്ല, നോക്കട്ടെ. അയ്യോ, ഇതിലൊന്നും എഴുതിയിട്ടില്ല. ഇതെങ്ങനെ എൻ്റെ കൈ കിട്ടി? എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഈ ഭംഗിക്ക് വേണ്ടി വെറുതെ വീടുകളിൽ ക്രിസ്മസിന് വാങ്ങിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വെറുതെ കൊടുക്കും, അങ്ങനത്തെ എന്തോ ആണ്. ഇതെന്താണ് സംഭവം? ഇതിലും ഒന്നും എഴുതിയിട്ടില്ല. ഇതും ഇങ്ങനെ ഭംഗിക്കൊക്കെ വേണ്ടി ഇങ്ങനെ ക്രിസ്മസ് കാർഡ് ചിലപ്പം തൂക്കിയൊക്കെ ഇടാറുണ്ട് വീട് അലങ്കാരത്തിനൊക്കെ ആയിട്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. ഇതെന്ത് ക്രിസ്മസ് കാർഡാണ്? ഇത് നമുക്ക് കേരളത്തിൻ്റെ പടമൊക്കെ എഴുതിയിരിക്കുന്നത്. സീസൺസ് ഗ്രീറ്റിങ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ എൻ്റെ കൈ കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് കളക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് കുട്ടിക്കാലത്ത് മുതലേ ഞാൻ എന്ത് സാധനം കിട്ടിയാലും കളയില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആർക്കോ കിട്ടിയ സംഭവമൊക്കെയാണ്. പിന്നെ ഇതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതൊക്കെ പുതിയ കാർഡ്സാണ്. ഇതാ വരണമായിരിക്കുന്നത്. ഇതൊരു വെറൈറ്റി സംഭവമാണ്. ഞാനൊന്ന് സ്റ്റാൻഡിൽ വെച്ചിട്ട് കാണിച്ചു. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ പുതിയ കാർഡ്സാണ്. ഈ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ് ഏറ്റവും ഭംഗിയുള്ള എൻ്റെ കയ്യിലുള്ള കുറച്ച് കാർഡ്സിൽ ഉള്ളത്. കാരണം ഇങ്ങനെ കട്ടിങ്സ് ഉള്ള കാർഡ്സൊന്നും ഇപ്പം വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ, വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ ഈ വർഷമൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയി അന്വേഷിച്ചു ഇപ്പോൾ കാർഡ്സൊക്കെ. അപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു കാർഡ്സ് പോലും ഇല്ല എന്നാണ് അവർ പറയുന്നത് കടകളിൽ. എല്ലാം പഴയ സ്റ്റോക്കൊക്കെയാണുള്ളത്. ഒരു ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ പല ഭാഗത്തായിട്ട് മെയിൻ റോഡിൻ്റെ സൈഡിലൊക്കെ ക്രിസ്മസ് കാർഡൊക്കെ വിൽക്കുന്നതാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ റോഡ് സൈഡിലൊന്നും ഞാൻ
കണ്ട് വാങ്ങിയതാണ്. ഇത് ശരിക്കും എനിക്ക് വേണ്ടി വാങ്ങിയതല്ല. ഇതെൻ്റെ അമ്മുമ്മയുണ്ട്, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മ. അപ്പോൾ പുള്ളിക്കാരി ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചറായി റിട്ടയർഡൊക്കെ ആയതിനു ശേഷം എല്ലാ വർഷവും എൻ്റെ അമ്മുമ്മയുടെ ഫ്രണ്ട്സിന് ക്രിസ്മസ് കാർഡ് അയക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് കൊച്ചിന് മുതലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. കാരണം അവർ പല സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാൻ വരാറുണ്ട് വീടുകളിൽ. അതുപോലെ തന്നെ ഗ്രീറ്റിങ്സ് എൻ്റെ അമ്മൂമ്മ എല്ലാ ക്രിസ്മസിനും അയക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഹിന്ദുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മൂമ്മ പറയും എപ്പോഴും ഇതുപോലത്തെ സാന്താക്ലോസിൻ്റെ ഒക്കെ വാങ്ങിച്ചാൽ മതി ക്രിസ്മസ് ഗ്രീറ്റിങ്സിനായിട്ട്. അല്ലാതെ നമ്മുടെ തിരുകുടുംബത്തിൻ്റെയൊക്കെ പടമൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒന്നും വാങ്ങിക്കണ്ടെന്ന് പ്രത്യേകം എൻ്റെ അടുത്ത് പറയും. പിന്നെ കട്ടിങ്സ് ഉള്ളതും കട്ടിങ്സ് ഇല്ലാത്തതും ഒക്കെ വാങ്ങിക്കാൻ പറയും. പക്ഷേ എനിക്കിതാണ് ഇഷ്ടം, അതുകൊണ്ട് വാങ്ങിക്കുന്ന കേട്ടോ. ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ, റിട്ടയർഡ് ആയിരിക്കുന്നവർക്കൊക്കെ അയക്കുമ്പോൾ, പ്രായമായിട്ടുള്ളവർക്കൊക്കെ അയക്കുമ്പോൾ ഇതുപോലത്തെ ഒന്നും അയക്കേണ്ട കാര്യമില്ല. ഇത് കുട്ടികൾക്കൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ ഇതാണ് ഞാൻ ലാസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ക്രിസ്മസ് കാർഡ്സിലുള്ളത്. ഇത് ഏകദേശം ഒരു 3-4 വർഷം മുമ്പ് വരെ എൻ്റെ അമ്മൂമ്മ അയക്കുമായിരുന്നു. ഇപ്പം വയസ്സായിട്ട് അതിൽ കുറേ ടീച്ചേഴ്സൊക്കെ അങ്ങ് മരിച്ചുപോയി. പിന്നെ അങ്ങനെ ഫ്രണ്ട്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇപ്പം വിളിക്കാൻ പറ്റിയ ഒരു സ്റ്റേജിലല്ല അവർ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ക്രിസ്മസ് കാർഡൊന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല, വേണമെന്ന് പറയാറുമില്ല. അവർക്ക് ഓർമ്മ പോലും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. കസിൻസ് അയച്ച കാർഡാണ് കേട്ടോ. ജൂലി ആൻഡ് റോമി എന്ന് എഴുതിയിട്ടുണ്ട്. ടു ജീവ എനിക്ക് അയച്ചു തന്നെ കേട്ടോ. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കാർഡാണ്. ഇതൊക്കെ അതുകൊണ്ട് സെപ്പറേറ്റ് വെച്ചത്. ഇതും അതുപോലത്തെയാണ്. ഇതെൻ്റെ ചേട്ടൻ അയച്ചത്. അവർക്ക് പോലും കസിൻസായിട്ട് എൻ്റെ ചേട്ടൻ്റെ സ്പെല്ലിങ് കറക്റ്റ് അറിയില്ല. അപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിൽ പേര് വിളിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ പേര് എപ്പോഴും ജിപ്പി എന്നാണ് വിളിക്കുന്നത്. അതവന് ഇഷ്ടമല്ല കേട്ടോ. ജീവൻ അണ്ണൻ ഇത് എനിക്ക് അയച്ചു തന്നെയാണ്. ഇത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ അയച്ചു തന്നെയാണ്, കൊച്ചച്ഛൻ്റെ മോളാണ്. ഇത് ഏകദേശം ഒരു 18-20 വർഷം പഴക്കം കാണും. പിന്നെ വേറൊന്നും ഇതിലൊന്നും എഴുതിയിട്ടില്ല. ഇതൊക്കെ ഞാൻ ചുമ്മാ കാണുമ്പോൾ വാങ്ങിച്ചു വയ്ക്കുന്നതാണ് കേട്ടോ. ഇതെനിക്ക് പിന്നെ ഉപകാരപ്പെടും. അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ എൻ്റെ അമ്മമ്മ വാങ്ങിച്ച കാർഡ്സൊക്കെ ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നില്ല. ഇത് എനിക്ക് കാണാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. ആവശ്യമുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തു. ബാക്കി വരുന്നതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും. പിന്നെ എനിക്ക് കാണുമ്പോൾ ഭംഗി തോന്നി ഇതൊക്കെ ഞാൻ ചുമ്മാ എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം എനിക്ക് കിട്ടിയതൊന്നുമല്ല. ഇതും പള്ളിയിലെന്നുള്ള ഏതൊരു കാർഡാണ്. ഇതും കണ്ടോ, എന്തിനോ വെറുതെ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ ആര് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല, ഞാനല്ല. ഇതും ഞാൻ വാങ്ങിച്ചതല്ല. പക്ഷെ ഇതൊക്കെ പഴയ കാർഡ്സാണ് കേട്ടോ. ഇതൊന്നും ഇപ്പം ഇങ്ങനത്തെ ഒന്നും കിട്ടാനില്ല. ഇതൊക്കെ എങ്ങനെ പോയാലും ഒരു 15 വർഷം മുമ്പത്തെ കാർഡ്സാണ്. ഇതും ഒരു സിമ്പിളായിട്ടുള്ളൊരു കാർഡാണ്. ഇതിലും ഒന്നും എഴുതിയിട്ടില്ല. ഇത് പക്ഷെ ആരും എനിക്ക് അയച്ചു തന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ആരെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ചേട്ടൻ എനിക്ക് എന്നെ തന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ വീട്ടിൽ നമ്മൾ നെയ്യാറ്റിൻകരയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഈ ഫാൻസി സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന വാങ്ങിക്കും. അങ്ങനെ എനിക്ക് ചേട്ടൻ ചുമ്മാ വാങ്ങിച്ചു തന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാർഡിൻ്റെ കൂട്ടത്തിലുള്ള ഒരു കാർഡ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഒരു പള്ളി കാണിച്ചെന്നില്ല, തൊഴുക്കൽ CS. അവിടെയായിരുന്നു നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ക്രിസ്മസ് ആകുമ്പം ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റാളൊക്കെ വരും. അന്നൊക്കെ ആണെങ്കിൽ കുട്ടിക്കാലത്ത് നമുക്ക് അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു തരില്ല. ഈ 90s കിഡ്സ് ആയിട്ടുള്ളവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കി കേട്ടോ. അന്നൊന്നും നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം ഗിഫ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരും വാങ്ങിച്ചു തരാറില്ല. അപ്പോൾ എനിക്കങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് അച്ഛനോട് വീട്ടിൽ പറഞ്ഞ് എനിക്ക് അന്ന് തന്നെ ഞാൻ പോയപ്പോഴേ ആദ്യ നോട്ടത്തിൽ തന്നെ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എങ്ങനെയായാലും ഒരു 22-23 വർഷം പഴക്കം കാണും ഈ കാർഡിൽ. കാരണം ഞാനൊരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒന്നും കിട്ടാനില്ല. അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി. ആ കാർഡിന് ഒരു 15-20 രൂപയേ ഉള്ളൂ. പക്ഷെ അന്ന് നല്ല വിലയായിട്ടാണ് നമുക്ക് തോന്നുന്നത് ആ കാലത്ത്. ഇത് ഞാൻ അങ്ങനെ വെറുതെ വാങ്ങിച്ചാണെന്ന് തോന്നുന്നു. ആരെങ്കിലും വാങ്ങിച്ചതാണ് കണ്ട. ഇത് ആരും വാങ്ങിച്ചു തന്നല്ല, ഇത് ഞാൻ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് എപ്പോഴും. ഇതും അതുപോലെ പഴയതാണ്. ഇതും ആ സ്റ്റാളിലൊന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ. ഇത് ഇത്രയും പൊതിഞ്ഞ് സെപ്പറേറ്റ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കാർഡ്സ് മാത്രമേ ഇതിലുള്ളൂ. ശരിക്കും ഇതിൻ്റെ അകത്ത് ഇരുന്നതായിരുന്നു നേരത്തെ ഞാൻ കാണിച്ചെന്ന ആ കട്ടിങ് കാർഡ്, ഈ കാർഡ്. ഇത് ഇതിൻ്റെ അകത്ത് ഇരിക്കുകയായിരുന്നു. അതിനെ ഞാൻ എന്തോ ആവശ്യത്തിന് എടുത്തപ്പോൾ പുറത്തു വന്നതാണ്. കാരണം
ഒരു 2 വർഷം മുമ്പ് നമ്മളിവിടെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തപ്പം എനിക്ക് ഈ പുൽക്കൂട് വീട്ടിൽ ക്രിസ്മസ് ഡെക്കറൊക്കെ ചെയ്യുമ്പോൾ ഈ ക്രിസ്മസ് കാർഡ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന ഇഷ്ടമാണ്. ഇപ്പം ആരും അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ പണ്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഈ വിദേശത്ത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെ വീടുകളിലൊക്കെ അലങ്കരിക്കാനായിട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് പിന്നെ അത് തിരിച്ചു വെച്ചപ്പം ഇത് പുറത്തായിപ്പോയി. എന്തായാലും ഇത് നോക്കുക ഗൈസ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പണ്ടൊക്കെ 5 രൂപയ്ക്ക് 6 രൂപയ്ക്കൊക്കെ ഇത്രയും ഭംഗിയുള്ള ക്രിസ്മസ് കാർഡ്സ് കട്ടിങ്സോടുകൂടി കിട്ടും. ഇതിന് 5 രൂപയേ ഉള്ളൂ. ഇപ്പോൾ ഇതിനൊക്കെ ഇങ്ങനത്തെ ഒന്നും കിട്ടാനുമില്ല. കിട്ടിയാൽ തന്നെ ഇതിനൊരു 20 രൂപ 30 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തിനാണ് നമ്മൾ 5 രൂപയ്ക്ക് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു 10-25 എണ്ണം വാങ്ങിക്കും. എന്നിട്ട് സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ കൊടുക്കാറുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ്. വേറെ റിലീജിയസ് ആയിട്ടുള്ള ഒന്നും പടങ്ങളോ ഒന്നും അല്ല, സിമ്പിളായിട്ടുള്ള കാർഡ്സാണ്. ഇതുപോലത്തെ തന്നെ ക്രിസ്മസ് കാർഡ്സും കിട്ടും, നേച്ചറിൻ്റെ ഒക്കെ പടമുള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ കാർഡ്സ്. പണ്ട് ഇഷ്ടം പോലെ വാങ്ങിക്കുമായിരുന്നു. ഇത് ആർക്കൊക്കെ കൊടുത്തിട്ട് ആർക്കോ കൊടുക്കാതെ വച്ചിരുന്ന് ബാക്കി വന്നതാണ്. അതാ ഇത് ഞാൻ കണ്ട. ഇത് ഞാൻ വല്യമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചാണ്, എന്നിട്ട് കൊടുത്തിട്ടില്ല ഞാൻ. ടു വല്യമ്മ ജിമിയാൻ ജീവ. അത് വേറെ ആർക്കോ. ഇത് 2 പേർക്ക് എഴുതാൻ എടുത്ത് വെച്ചതാണ്, 2 പേർക്കും കൊടുത്തിട്ടില്ല. വിജയമാമച്ചി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതെൻ്റെ അപ്പൂപ്പ എൻ്റെ സിസ്റ്ററായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്കും കൊടുത്തിട്ടില്ല. ഇതെന്തിനു എഴുതി വെച്ചോന്ന് എനിക്കും അറിയില്ല. ആകോട്ടെ. ഇനി ഇത് ശരിക്കും എനിക്ക് കിട്ടിയത് എങ്ങനെയെന്ന് എനിക്കും അറിയില്ല. വീട്ടിലെവിടെ കളഞ്ഞ് കിട്ടിയതാണ്, തറയിലെങ്ങാണ്ട കിടന്ന്. ഇത് 2 പീസായിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അതിനെ ഞാൻ സ്റ്റാപ്ലർ പിന്ന് വെച്ച് അടിച്ച് വെച്ചേക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും ചെറിയൊരു ക്രിസ്മസ് കാർഡ്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളതുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ആരുടെ നോക്കട്ടെ. ഇത് സത്യത്തിൽ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എൻ്റെ വേറെ കുറച്ച് കസിൻസ് അവരയച്ചു കൊടുത്താണ്. അപ്പോൾ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഇതുപോലെ കാർഡ്സൊക്കെ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കും. അവർക്കും ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ പണ്ടെങ്ങാണ്ട് എനിക്ക് കയ്യിൽ കിട്ടിയതാണ് ഈ ഒരു സംഭവം. ഇത് അവരയച്ചു കൊടുത്ത കാർഡാണ്. അവരിത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, ഈ കാർഡ് ഓർമ്മയുണ്ടെങ്കിൽ. അവർക്ക് ഓർമ്മ ആണോ എന്തോ. എന്തായാലും എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയുടെ കയ്യിൽ ഇതുപോലെ കുറേ കാർഡ്സൊക്കെ ഉണ്ടായിരുന്നു, പല ബുക്കുകളുടെ അകത്തൊക്കെ അവർ സൂക്ഷിക്കുന്നത്. അപ്പം ഞാനിത് കാണുമ്പോൾ എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ അവരായിട്ട് തന്നതും ഉണ്ട് കേട്ടോ. ഇത് നല്ല പഴക്കമുള്ള ക്രിസ്മസ് കാർഡാണ്. ഇത് എനിക്ക് കിട്ടിയതോ എൻ്റെ ഫാമിലിക്ക് കിട്ടിയതോ ആ ഒരു ചാൻസും ഇല്ല. ഒരു 25 വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഈ കാർഡ് അയച്ചേക്കുന്നത് ഇതിൽ ആരുടെയും പേരൊന്നും കണ്ടില്ല. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയതാണ്. അവർക്കാരും അയച്ചു കൊടുത്തതാണ്, പക്ഷെ നല്ല പഴക്കമുണ്ട്. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നോക്കി, ഈ ഷേപ്പിലുള്ള ഒരു ക്രിസ്മസ് കാർഡ്. ഇപ്പം തിരുവനന്തപുരത്ത് ഇങ്ങനെ ക്രിസ്മസ് കാർഡ്സൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഗൈസ്. ഇതും ടു മൈ ഡിയർ ജിമ്മി ആൻഡ് ഫാമിലി, ബെസ്റ്റ് വിഷസ് ടു എക്സാം ആൻഡ് എൻജോയ് ദ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ, ബെസ്റ്റ് ഓഫ് ലക്ക് ടു ക്രിസ്മസ് എക്സാം ഫ്രം അല്ലമീർ. എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ 5ാം ക്ലാസ് വരെ നെയ്യാറ്റിങ്കര നമ്മുടെ ഹോളി ക്യൂൻ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ അവൻ്റെ ഫ്രണ്ടായിരുന്നു അല്ലമീൻ. അപ്പോൾ അല്ലമീൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ വീട്ടിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവർ മുസ്ലിംസാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സും ആഹാരവും ഒക്കെ തരുമായിരുന്നു. ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മളവിടെ പോകുമ്പോൾ പിന്നെ മീറ്റ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ആ ചേട്ടൻ കൊടുത്തതാണ് ഈ ഒരു ക്രിസ്മസ് കാർഡ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രിസ്മസ് കാർഡ് കൊടുക്കുമ്പോൾ ആരും മതമൊന്നും നോക്കാറില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ ഇതൊരു വെറൈറ്റിയാണ്. ഇത് ആര് കൊടുത്തതെന്നറിയില്ല. ടു ജീവ, എൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ച് എഴുതിയിരിക്കുന്നുണ്ടോ ഗൈസ്? ഗീവാ സഞ്ജിത്ത്. ഇത് ആരെഴുതിയിരിക്കുന്നത്, ആരയച്ചതാണ്? ഇതും റോമി ചേട്ടന് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ കസിൻസ് അയച്ചു തന്നാണ്. ഇതും നല്ല പഴക്കമുണ്ട്. ഇത് ഏകദേശം ഇതിനെ ഞാൻ പിന്നെ ടു വിജയമ്മ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ചുമ്മയാണ് കേട്ടോ. ഇത് ഞാൻ എഴുതി പഠിച്ചതാണ്. കാരണം ഞാനൊന്നൊരു 4-5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ 5-6 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഇതുപോലെയൊക്കെ അയച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സ്പെല്ലിംഗ് ഒക്കെ തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴയതിൽ തന്നെ ഇതുണ്ട്, അവരെനിക്കൊരു ചെറിയ കോഡ്സൊക്കെ അയച്ചിട്ടുണ്ട്, കസിൻസ് എഴുതി. ഇതെനിക്ക് ഓർമ്മ വല്യമ്മ പറഞ്ഞ് എഴുതി കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ അവർ തന്നെ എഴുതിയതായിരിക്കും എന്തായാലും. അപ്പോൾ അവരുടെയൊക്കെ ഓർമ്മയ്ക്കും ഈ ഒരു സ്പെല്ലിംഗ് ഒക്കെ എങ്ങനെ എഴുതണമെന്നൊക്കെ തോന്നണമുണ്ട്. ഞാൻ കാണുന്നതിലൊക്കെ അന്ന് വരച്ച് കുറച്ചൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ. അല്ലാതെ
വെറുതെ എനിക്കന്ന് ബുക്ക് പേപ്പറൊന്നും കയ്യിൽ കിട്ടൂല, ഇതൊക്കെ ആയിരിക്കും കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് അങ്ങനെ ഇത് എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ക്രിസ്മസ് കാർഡാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതെൻ്റെ വലിയമ്മ വന്നതാണ്. വലിയമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ചേച്ചി. അപ്പം വലിയമ്മ ഇപ്പം ഇല്ല, വലിയമ്മയും മരിച്ചുപോയി. ഇപ്പം വലിയമ്മയുടെ ഓർമ്മയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ എന്തെങ്കിലും ഫങ്ഷൻസ് വന്നാലും വലിയമ്മ അങ്ങ് കോട്ടൂരാണ്, ഒരുപാട് ദൂരമാണ് നമ്മുടെ വീട്ടിൽ. എന്നാലും രാവിലെ വന്ന് നമ്മളെ ഫങ്ഷൻസിനൊക്കെ ഒരുക്കാനും എന്തെങ്കിലും ആവശ്യത്തിന് മമ്മിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വലിയമ്മ ഓടി വരും. അപ്പോൾ വലിയമ്മ എനിക്ക് നേരിട്ട് കയ്യിൽ തന്നിട്ടുള്ള ഒരു കാർഡാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിലൊന്നും എഴുതിയിട്ടില്ലാത്ത. ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് തന്നതാണ്. പണ്ട് ഈ ക്രിസ്മസ് കാർഡ് നല്ല ഷൈനിങ് ആണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആക്കുമ്പോൾ നല്ല ഷൈനിങ് ആയിരുന്നു. നല്ല പഴക്കമുള്ള ക്രിസ്മസ് കാർഡാണ്. അന്നൊക്കെ സ്കൂൾ അടച്ച് ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ നമ്മൾ വലിയമ്മയുടെ വീട്ടിലാണ് അവധിക്ക് പോയി നിൽക്കുന്നത്. അന്ന് എനിക്കൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ കിട്ടിയ ക്രിസ്മസ് കാർഡാണ്. വലിയമ്മയുടെ മക്കളാണ് ഈ ജൂലി ചേച്ചിയും റോമിച്ചേട്ടനും ഒക്കെ. അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാർഡ്സ് തന്നിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറയുന്നതും എനിക്ക് കിട്ടിയിട്ടുള്ളൊരു കാർഡാണ്. ഈ കാർഡ് എൻ്റെ മാമിയുടെ മക്കൾ അയച്ചു തന്നിട്ടുള്ളതാണ്. ടു ജിമി ആൻഡ് ജീവ എന്ന് എഴുതി. ഇതെൻ്റെ മറ്റേ കസിൻസ് അയച്ചു തന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് വേറെ കസിൻസ്, അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മക്കളാണ് 3 പേര്. ഇവർ 3 പേരും അയച്ചു തന്നതാണ്. പ്രിൻസി, പ്രിയങ്ക, പ്രിയ. വീട്ടിൽ ഇവരെയൊക്കെ വേറെ പേരാണ് വിളിക്കുന്നത് കേട്ടോ, ഞാനത് പറയുന്നില്ല. ചിലപ്പോൾ അവർ ഈ വീഡിയോ കാണും. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. കാരണം ഇതെൻ്റെ കൊച്ചച്ഛൻ അയച്ചു തന്നതാണ്. ഈ കാർഡിന് നല്ല പഴക്കമുണ്ട്. ഞാനൊരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അയച്ചു തന്നതാണ്. ഇതിൽ ബൈ മിനി ആൻറ്റി ആൻഡ് കൊച്ചപ്പൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ടൈമിൽ അയച്ചു തന്നതാണ്. മിനി ആൻറ്റിയും വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്, ഒരുപാട് വർഷമായി. അപ്പോൾ അവരുടെ ഒരു ഓർമ്മയ്ക്ക് ഇരിക്കുകയാണ് ഈ ഒരു കാർഡ്. ഇതിന് ശേഷം അവർ വേറെ കാർഡൊന്നും അയച്ചു തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു കാർഡ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അയച്ചു തന്ന് കാണൂല കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ കാണും. കാരണം എനിക്ക് ഇതുപോലത്തെ സംഭവമൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കും. എൻ്റെ ഒരു ഡ്രിങ്ക് പെട്ടിയുണ്ട് എൻ്റെ പഴയ, എൻ്റെ തുണികളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആരെന്തെങ്കിലും ഒരു കാർഡ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. ഇത് ഞാൻ വെറുതെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് വാങ്ങിച്ചു. ആർക്കും അയച്ചിട്ടുമില്ല, ഇതെനിക്ക് ആരും തന്നതുമില്ല. ഇത് ഞാൻ വെറുതെ എനിക്ക് തന്നെ വാങ്ങിച്ചതാണ്. ഇനി ഇത് എനിക്ക് ഒന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. കരോളിന് നമ്മളെ വിളിക്കാൻ വന്നപ്പോൾ അവിടെ പള്ളിയിൽ നിന്ന് തന്ന കാർഡാണ്. പിന്നെ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാർഡാണ്. കാരണം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു കാർഡാണ്. ന്യൂ ഇയർ കാർഡാണ്. അപ്പോൾ ഈ ന്യൂ ഇയർ കാർഡിൽ ഇങ്ങനെ കട്ടിങ്സ് ഒക്കെ ഉള്ളത് ഭയങ്കര റയറായിട്ടേ കിട്ടാനുള്ളൂ. ഇപ്പോൾ ഇതൊട്ടും കിട്ടാനില്ല. അപ്പോൾ ഇതും എൻ്റെ കസിൻസ് തന്നിട്ടുള്ളതാണ്. എനിക്ക് നേരിട്ട് കയ്യിൽ തന്നതായിരുന്നു. എൻ്റെ ചേട്ടനും ഇതുപോലത്തെ സെയിം ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല. ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇതും എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാങ്ങിച്ചതാണ്. ഇതൊക്കെ പഴയതാണ് കേട്ടോ. പക്ഷേ 15 വർഷത്തിൽ പഴക്കം എന്തായാലും ഉണ്ടാവും. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആദ്യം കാണിച്ചതൊക്കെ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ആർക്കോ കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ടെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കൂടെ പഠിച്ചിരുന്നു, എൻ്റെ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഞാനൊരു ഹിന്ദു സ്കൂളിലായിരുന്നു 5ാം ക്ലാസ് തൊട്ട് 10 വരെ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു 3-4 കുട്ടികളെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളൂ. അല്ലാതെ ഉള്ളവർക്കും ഞാൻ കൊടുക്കാറൊക്കെ ഉണ്ട്, അവരും തരാറൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ 2-3 വർഷമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ മടിയായിരുന്നു, ആരും കൊടുക്കാറില്ല. അങ്ങനെ എപ്പോഴോ കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. ഇനി ഈ കാർഡ് ആരയച്ചതെന്ന് അറിയില്ല കേട്ടോ. ബൈ സസി SB കോട്ടേജ് എന്നിട്ട് ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡേറ്റ് നോക്ക്, 20/12/2006 അപ്പോൾ 20 വർഷം മുമ്പത്തെ കാർഡാണ്. ഇപ്പോൾ 2026 ആയില്ലേ. ഇത് ആരോ അയച്ചതാണ്. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ചു എന്നേ ഉള്ളൂ. എനിക്ക് ആരൊന്നും അറിയില്ല. ഇതെന്ന് വെച്ചാൽ ഇതും സസി മസ്കറ്റ് എന്ന് എഴുതിയിരിക്കണം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഡിയർ ബ്രദർ, എൻ്റെ അച്ഛനെങ്കിലും ആരെങ്കിലും അയച്ചു കൊടുത്തേ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഡേറ്റ് നോക്ക് 2003. അപ്പം അത്രയും വർഷം പഴക്കമുണ്ട്. ഇത് വേറൊരു കാർഡ്. ഇത് നോക്ക്, ഞാൻ ഇതിൽ വേറൊരു പീസ് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഈ കാർഡിലുള്ളതല്ല, ഇതിലൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ ഭംഗിക്ക് തോന്നാൻ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാർഡ് തന്നെ അമ്മൂമ്മയുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ട് കൊടുക്കാതെ വെച്ചിരുന്നതാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ക്രിസ്മസ് കാർഡ്സ്. അപ്പോൾ ഈ കാർഡ്സ് എല്ലാം എനിക്ക് പറ്റുന്ന അത്രയും കാലം സൂക്ഷിച്ച് വെച്ചേക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇതെല്ലാം ഓരോ ഓർമ്മകളാണ്, ഓരോ കാലഘട്ടത്തിലുള്ള ഓർമ്മകളാണ്. ഇന്നത്തെ കാലത്ത് ആരും ഇതുപോലെ ഇനി കാർഡ്സൊന്നും അയക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ഇതൊക്കെ ഓർക്കുന്നത്.
അപ്പോൾ ഇതിലിനി കാണിക്കാൻ ബാക്കിയുള്ള കുറച്ച് കാർഡ്സ് ഉണ്ട്. എൻ്റെ സ്കൂൾ ടൈമിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുറച്ച് ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സൊക്കെ അയച്ചു തന്നിട്ടുള്ള ന്യൂ ഇയർ കാർഡ്സും ക്രിസ്മസ് കാർഡ്സൊക്കെ ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം, കാരണം ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി. മാത്രമല്ല അന്നൊക്കെ എനിക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ്സൊക്കെ ആരെങ്കിലുമൊക്കെ തരുന്നുണ്ടായിരുന്നു, പണ്ടൊക്കെ തരുന്നേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ആ സാധനങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഇത് പഴയതുപോലെ ഞാൻ ഇത് അറേഞ്ച് ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും സൂക്ഷിച്ചൊക്കെ വെക്കാൻ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നേരത്തെ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഈ ഒരു പുതിയ ക്രിസ്മസ് കാർഡ്. ഇത് പണ്ട് ഞാൻ വാങ്ങിച്ച് വച്ചിരുന്നതാണ്, ഇപ്പോഴാണ് ഇത് ഉപയോഗപ്പെട്ടത്. കാരണം ഞാൻ ഇത്തവണ എനിക്ക് എൻ്റെ കസിൻസിന് ഒരു ഗ്രീറ്റിംഗ് കാർഡ് അയക്കണമെന്ന് മനസ്സിൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഞാൻ പുതിയത് വാങ്ങാൻ കടകളിലൊക്കെ പോയപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല, പുതിയ കാർഡ്സ് ഒന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ജൂലി ചേച്ചി റോം ചേട്ടനൊക്കെ എനിക്ക് ഒരുപാട് തവണ ഗ്രീറ്റിങ്സ് ഒക്കെ പണ്ട് അയച്ചതാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ അവർക്ക് പോസ്റ്റ് വഴി ഒരു ഗ്രീറ്റിംഗ് കാർഡ് അയക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടിയതുകൊണ്ട് ഇത് ഞാൻ അയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ ഫാമിലിക്കൊക്കെ വേണ്ടി ഞാൻ എഴുതി അവരുടെ പേരൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ പോസ്റ്റ് വഴി അയക്കുന്നത്. കുട്ടിക്കാലത്തൊക്കെ നമുക്ക് എങ്ങനെ അയക്കണമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അച്ഛനാർക്കെങ്കിലും എഴുതി കൊടുത്ത് അവർ അയച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കയ്യിൽ കൊടുത്തതായിരിക്കും. എന്തായാലും ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോസ്റ്റ് വഴി അയക്കുന്നത് ഒരു ഗ്രീറ്റിംഗ് കാർഡ്. അപ്പം ഞാൻ അഡ്രസ്സൊക്കെ എഴുതി 5 രൂപയുടെ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചു. അവർ തമിഴ്നാട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോ കാണാം, ബൈ.